എല്ലാവർക്കും അഗ്രഹാര സിൽക്സിലേക്ക് സ്വാഗതം. എങ്ങനെ ഈ സാരികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന ചിന്ത മനസ്സിൽ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കയറി വന്നാണ് ഫെസ്റ്റിവൽസ്. നവരാത്രി, ഗണേശ ചതുർത്ഥി അതുപോലുള്ള ആഘോഷങ്ങളൊക്കെ എന്റെ മനസ്സിലേക്ക് കയറി വന്നാണ് കേട്ടോ. അതുപോലെ ഓടി വന്ന ഒരു കാര്യമാണ് സ്വീറ്റ്സിന്റെ കാര്യം. അപ്പൊ അങ്ങനെ മധുരത്തിൽ നിന്ന് തുടങ്ങാം എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ലഡു എന്നൊരു സംഭവം കയറി വന്നത് കേട്ടോ. അപ്പൊ ഞാൻ കരുതി വീട്ടിൽ തന്നെ ഒരു ലഡു ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. കൂടെ എന്റെ ഈ ഒരു സംരംഭത്തിന്റെ കഥ കൂടി കേട്ടാലോ. ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ടൊരു സ്ട്രോങ് പേഴ്സൺ ആവും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒറ്റയ്ക്കൊരു യാത്ര പോയി. ഇന്നേ വരെ ഈ ജില്ല വിട്ടു പോലും ഒറ്റയ്ക്ക് പോകാത്ത ഞാൻ സംസ്ഥാനം വിട്ട് ഒറ്റയ്ക്കൊരു യാത്ര പോയി. എൻ്റെ വെണ്ടറെ തേടിയുള്ള യാത്ര, നെയ്ത്ത് ഗ്രാമത്തിലേക്കുള്ള യാത്ര. സത്യത്തിൽ ഈ ഒരു യാത്ര എന്നെ സംബന്ധിച്ച് ഒരു വളരെ എക്സൈറ്റ്മെന്റോടുകൂടി പോയൊരു യാത്രയാണ് കേട്ടോ. ആദ്യമായിട്ടൊരു സോളോ ട്രിപ്പ് പോയതാ. ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു, ഒരുപാട് അലഞ്ഞു. ഇതിലൂടെയെല്ലാം ഞാൻ പഠിച്ച വലിയൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മളെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റും എന്നൊരു വലിയൊരു പാഠം ഞാൻ ഈ യാത്രയിലൂടെ പഠിച്ചു. ചെന്ന് ഞാൻ കണ്ട കാഴ്ചകൾ, ഓരോ ഇടവഴികളിലൂടെയും നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം ബഹുമാനത്തോടു കൂടിയാണ് അവരുടെ ആ ഒരു കുലത്തൊഴിലിനെ സംരക്ഷിച്ചു പോകുന്നതെന്ന്. അങ്ങനെ ഒരുപാട് അലഞ്ഞ് ഞാൻ എൻ്റെ വെണ്ടറെ കണ്ടെത്തി. ഞാൻ അവരുടെ നെയ്ത്തുശാലകളിലേക്ക് പോയി കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് പർച്ചേസ് ചെയ്ത സാരികളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്.